ഭാരതത്തിനുള്ളിൽ നിന്ന് കൈലാസപർവ്വതം ദർശിക്കാൻ പറ്റുന്നില്ല എന്ന ഭക്തരുടെ സങ്കടത്തിന് അവസാനമാവുകയാണ്. ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് ചുരത്തിൽ പുതുതായി തുറന്ന വ്യൂ പോയിന്റിലൂടെ വരുന്ന സെപ്റ്റംബർ 15 മുതലായിരിക്കും ഈ ദർശന സൗഭാഗ്യം ലഭിക്കുക. ഇതോടെ ടിബറ്റിലെ പവിത്രമായ കൈലാസപർവ്വതത്തെ ഇന്ത്യൻ പ്രദേശത്തിനുള്ളിൽ നിന്ന് ദർശിക്കാൻ ഭക്തർക്കാകും. കൈലാസപർവ്വതത്തിന്റെയും മാനസരോവർ തടാകത്തിന്റെയും ദർശനത്തിന് ചൈനയുടെ അനുമതിക്ക് കാത്തിരുന്ന ആ കാലം പഴങ്കഥയാവുകയാണ്. ഇനി ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് തന്നെ കൈലാസം കാണാം. ടിബറ്റിലേക്കുള്ള പ്രവേശന കവാടമായ ലിപുലേഖ് ചുരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പഴയ ലിപുലേഖ് കൊടുമുടി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 18,000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിത്തോരഖഡ് ജില്ലയിലെ വ്യാസ് താഴ്വരയിൽ 18,300 അടി ഉയരത്തിലാണ് ലിപുലേഖ് ചുരം. പിത്തോരഖഡ് ജില്ലയിലെ നാഭിദാങ്കിലെ KMVN ഹട്ട്സ് മുതൽ ചൈനീസ് അതിർത്തിയായ ലിപുലേഖ് ചുരം വരെയുള്ള പാത തുറന്നതോടെ ഇന്ത്യയിൽ നിന്ന് ഇനി മുതൽ നേരിട്ട് കൈലാസം കാണാനുള്ള സുവർണ അവസരമാണ് കൈലാസ് തീർത്ഥാടകർക്ക് കൈവരുന്നത്. ദാർച്ചുലയിൽ നിന്ന് ലിപുലേഖിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് 800 മീറ്റർ നടന്ന കൈലാഷ് വ്യൂ പോയിന്റിലേക്ക് പ്രവേശിക്കാം. COVID-19 നിയന്ത്രണങ്ങൾ കാരണം അന്ന് ചൈന വഴിയുള്ള പരമ്പരാഗത റൂട്ട് അടച്ചിരുന്നു. എന്നാൽ പകർച്ചവ്യാധി കുറഞ്ഞിട്ടും ഈ നിരോധനം നിലനിൽക്കുകയായിരുന്നു. ഔദ്യോഗിക ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി ഉത്തരാഖണ്ഡ് ടൂറിസം മന്ത്രി സത്പാൽ മഹാരാജും ഭാര്യ അമൃത് റാവത്തും ജൂൺ 22-ന് ലിപുലേഖ് ചുരം സന്ദർശിച്ചിരുന്നു. സ്ഥിതിഗതികൾ അവർ വിലയിരുത്തി. ഹിമാലയൻ പർവ്വത നിരകളുടെ ഭാഗമായ കൈലാസ പർവ്വതം സമുദ്രനിരപ്പിൽ നിന്ന് 6,690 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന് ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും ജൈനമതത്തിലും മതപരമായ പ്രാധാന്യമുണ്ട്. സത്ലജ്, ബ്രഹ്മപുത്ര എന്നിവ ഉൾപ്പെടെ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദികളുടെ സ്രോതസ്സുകൾക്ക് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദു പുരാണം അനുസരിച്ച് കൈലാസപർവ്വതം ശിവന്റെ വാസസ്ഥലമാണ്. ബുദ്ധമതക്കാരും ജൈനരും പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനുള്ള ഒരു സ്ഥലമായിട്ടാണ് കൈലാസത്തിനെ കണക്കാക്കുന്നത്. മതപരമായ കാരണങ്ങളാൽ കൈലാസപർവ്വതം കയറുന്നത് നിരോധിച്ചിരിക്കുകയായിരുന്നു. ഏപ്രിൽ മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള സമയത്താണ് കൈലാസ തീർത്ഥാടനം നടക്കുന്നത്. കൈലാഷ് മാനസരോവർ യാത്ര നടത്തുന്ന ഇന്ത്യൻ തീർത്ഥാടകർക്ക് സാധുവായ പാസ്പോർട്ടുകളും ചൈനീസ് വിസയും ആവശ്യമാണ്. ഹിമാലയൻ പർവ്വത നിരകളിലെ ടിബറ്റിന്റെ തെക്കു പടിഞ്ഞാറൻ കോണിൽ സ്ഥിതി ചെയ്യുന്ന ശ്രദ്ധേയമായ കൊടുമുടിയാണ് കൈലാസപർവ്വതം. ഇത്തരത്തിലുള്ള കൈലാസപർവ്വതം ഹിമാലയത്തിലെ ഏറ്റവും ഉയരമുള്ള ഭാഗങ്ങളിൽ ഒന്നാണ്. കൂടാതെ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദികളുടെ ഉറവിടമായും അറിയപ്പെടുന്നു. ടിബറ്റിൽ ഗാങ് ടൈസ് അല്ലെങ്കിൽ ഗാങ് റിൻപ്രോച്ചെ എന്നറിയപ്പെടുന്ന കൈലാസപർവ്വതം വജ്രത്തിന്റെ ആകൃതിയിലുള്ള ഒരു പർവ്വതമാണ്. ഇതിന് ചുറ്റുമുള്ള പ്രദേശം അതിമനോഹരമാണ്. കൈലാസപർവ്വതം ഏറ്റവും പവിത്രമായ പർവ്വതങ്ങളിൽ ഒന്നായി വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്തി അറിയപ്പെടുന്നു. കൂടാതെ ബുദ്ധമതക്കാർ, ജൈനർ, ഹൈന്ദവ, ടിബറ്റൻ മതമായ ബോൺ വിഭാഗങ്ങളുടെയും പ്രധാന തീർത്ഥാടന കേന്ദ്രമായി ഇവിടെ മാറിയിരിക്കുന്നു. എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ഈ സ്ഥലത്തേക്ക് തീർത്ഥാടനം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.